ഇവിടുന്ന് തന്നെ കുക്ക് ചെയ്ത് ഫ്രഷായിട്ട് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ ഫ്രഷായിട്ട് പിടിക്കുന്നതാണ് മീൻ. ചീനവലയിൽ കിട്ടുന്ന മീനാണ് ചെമ്മീൻ. പല മോഡലാണ്. ടൈഗർ പ്രോൺസ് ഉണ്ട്, ലോബ്സ്റ്റർ ഉണ്ട്, സാദാ പ്രോൺസ് ഉണ്ട്, പിന്നെ കക്ക ഇറച്ചി, കല്ലുമ്മേക്കായ അല്ലേ? ഒറിജിനൽ. ഇതിവിടെ അങ്ങനെ കിട്ടുന്ന സാധനമല്ല, കല്ലുമ്മേക്കായ. പിന്നെ ഇത് തിരുതയാണോ ചേട്ടാ? അല്ല, തിരുതയില്ല. എനിക്ക് ആ തിരുത, അതുകൊണ്ട് എനിക്ക് അത് കാണണമെന്നൊരു ആഗ്രഹം. അത് തിരുതയാണോ? അയ്യോ, അത് തിരുതയല്ലേ ചേട്ടാ? സോറി, തിരുത. നോക്കട്ടെ, ഞാൻ പറ്റുകയാണെങ്കിൽ അത് തിരിച്ചു പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് പോവാം. കാരണം കണമ്പ് വേണ്ട, തിരുത. കാരണം അത് അന്ന് കേട്ടപ്പോൾ മുതൽ അതിനോടൊരു വലിയ ആഗ്രഹം. ഇല്ല, ഞാൻ പോയിട്ട് വരാം. അതിന് തിരുതയ്ക്ക് എന്നാ വില? എന്നമ്മോ ചേട്ടാ, പക്ഷെ എന്നാലും വേണ്ടൂല. നമ്മളെ മന്ത്രി ആയതുകൊണ്ട് കെ.വി. തോമസ് പണ്ട് തിരുത എന്ന് പറയുന്നു. അത് അന്ന് മുതൽ പുള്ളിക്കാരെ എങ്ങനെയാവട്ടെ, അത് ഇതിനോടൊരു വലിയ താല്പര്യം. അത് അത്രയും ആളുകള് അതിന്റെ പിന്നാലെ പോകുമ്പോ നല്ല രുചി. കെ.വി. തോമസിന്റെ കാര്യം പറയുമ്പോ കുമ്പളങ്ങിയിലേക്ക് പോണം. ഇത് പക്ഷെ എങ്ങനെ കൊണ്ടുപോകുന്നാണ് നോക്കട്ടെ. പാക്ക് ചെയ്ത് തരാം. നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങ് പോയി കേട്ടാ. ഞാൻ പോയിട്ട് വരാം. തിരിച്ചു വരുമ്പോ വാങ്ങിക്കോളാം ചേട്ടാ. തിരിച്ചു വരുമ്പോ വാങ്ങിക്കോളാം കേട്ടാ. ഓക്കെ, ബൈ ചേട്ടാ. എന്നാ പേര്? കുഞ്ഞു മുഹമ്മദ്. SSK ചന്ദ്രകാന്തം ഈ ചാനല്. റെസ്റ്റോറന്റ്. അല്ല, നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങ് പോയി. ഞാൻ വരാം. ചേട്ടന്റെ പേരെന്താണ്? ബൾബ കഫേ എന്ന് പറയുന്നത് ഈ ചേട്ടൻ ഏറ്റവും കൂടുതൽ നടത്തുന്ന നല്ല ഫ്രഷ് സാധനങ്ങളാണ്. ഇവിടെ നിന്ന് പിടിക്കുന്ന സാധനം പല രീതിയിൽ കുക്ക് ചെയ്ത് നിങ്ങൾക്ക് പാചകം ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്. അത് എന്ന് പറഞ്ഞ യൂറോപ്യൻ സ്റ്റൈലിൽ കുക്ക് ചെയ്യും. അധികം മസാലയൊന്നും ഇല്ലാതെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട്. ഷെഫ് മുഹമ്മദ്. നേരെ മറിച്ച് കേരളീയർ ആണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ചേർത്ത് ഡീപ്പ് ഫ്രൈ ആയിട്ട് അങ്ങനെയും കിട്ടും. ഓക്കെ, അപ്പൊ സന്ദർശിക്കുക ബൾഫ് കഫേ. കണ്ടോ, ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പിടിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി തരുമെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൊപ്പറേറ്റർ അതിന്റെ സഹായി അടുത്തുണ്ട്. ഓക്കെ, ചേട്ടാ എന്നാ പേര്? ഓണർ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബിസിനസ്സുമാരനെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ചേട്ടന്റെ പേരെന്നാ? ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങ് പോയിരിക്കുകയാണ്. ഞാൻ പോയിട്ട് തിരിച്ചു വരട്ടെ. ബൈ. അപ്പോ സുഹൃത്തുക്കളെ, ഫോർട്ട് കൊച്ചിയിലൂടെ നടക്കുകയാണ്. കച്ചവടം ഈ സൈഡിലും ഉണ്ട്, ധാരാളം കച്ചവടങ്ങൾ. പിന്നെ ആൾക്കാർ നല്ല തിരക്കാണ് വന്ന് കാണാനും ഒക്കെ ആയിട്ട്. ഈ ഭാഗത്ത് ഉള്ള ഒരേ ഒരു ബീച്ച് ആണല്ലോ, പക്ഷേ വൃത്തിയില്ലായ്മ ഉണ്ട്. അപ്പോൾ വളരെ മോശമായ രീതിയിലാണ് ഇത് പരിപാലിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്രയും എങ്ങനെ ഏറ്റവും വൃത്തികേടായി ഒരു ബീച്ചിനെ പ്രിസർവ് ചെയ്യാം, സംരക്ഷിക്കാം എന്നതിനൊരു തെളിവായിട്ട് വേണമെങ്കിൽ ഈ ബീച്ചിനെ പറയാവുന്നതാണ്. മറ്റു രാജ്യങ്ങളിൽ തായ്ലൻഡിലൊക്കെ കണ്ടില്ലേ, പഞ്ചാര മണൽ പോലെയുള്ള ബീച്ച് ഉള്ളപ്പോൾ നമ്മളെ ഇവിടെ ഇതാണ്. മലയാളികളല്ലേ, മലയാളികളെ കുറ്റം പറയുകയല്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ ആയിപ്പോയി. നമ്മുടെ ജനപ്രതിനിധികളാണല്ലോ, അപ്പോൾ അവരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിങ്ങനെ മുന്നോട്ട് പോകും. ആളുകൾക്ക് കാണാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതിനാൽ ആളുകൾ വരുന്നു. നല്ല തിരക്കാണ്. പക്ഷേ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് സംശയമാണ്. പിന്നെ
വല്ല ടെറ്റനസിന്റെ ഇഞ്ചക്ഷനേഷൻ വല്ലതും ഇഞ്ചക്ഷൻ എടുക്കാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ എഗൻസ്റ്റ് ലൈറ്റായിട്ടാണ് കാണുന്നത്. നല്ല തിരക്കാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ എല്ലാം അതാ കാഴ്ചകളൊക്കെ ഉണ്ട്. മന്ദം വരുന്നുണ്ട്. സാവിജി ചേട്ടനുണ്ട്, ജോയി ചേട്ടനുണ്ട്, ബേബി ചേട്ടനുണ്ട്. അപ്പോൾ അങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ആവശ്യമാണ്. പക്ഷെ ഇവിടുത്തെ നിലവാരം വെച്ച് നോക്കുമ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ട്. ഒരു കൈലി കൊടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങുക. മലയാളികൾ ആരും അങ്ങോട്ട് ഇറങ്ങുന്നത് കാണുന്നില്ല. അത് മലയാളികൾക്ക് സ്വതസിദ്ധമായിട്ടുള്ള വൃത്തി ബോധം കാരണം ആരും ബീച്ചിലോട്ട് അങ്ങനെ അധികം ഇറങ്ങുന്നത് കാണുന്നില്ല. വെയിൽ ഒരു പ്രശ്നം, അതിനേക്കാളും വലിയ പ്രശ്നം വൃത്തിയില്ലായ്മ. അപ്പോൾ ഇതാണ് നമ്മളെ ബീച്ചിൻ്റെ അവസ്ഥ. അപ്പോൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒപ്പം നമ്മുടെ മലയാളി സുഹൃത്തുക്കളും ശ്രദ്ധിക്കണം ഇത് വൃത്തിയായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകാൻ. നമുക്ക് എറണാകുളത്ത് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ബീച്ചിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ചീനവല അങ്ങ് ദൂരെ കാണാം, കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഒരു ഭാഗം കാണാം, വൈപ്പിൻ ദ്വീപ് കാണാം, പുതുവൈപ്പിലെ ഓയിൽ ടാങ്കറുകൾ കാണാം. അങ്ങനെ കാഴ്ചകളൊക്കെ അതിഗംഭീരമായിട്ട് ഉണ്ട്. ബീച്ചിലോട്ട് ഇറങ്ങാൻ മാത്രമേ ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. ഉണ്ടോ? പിന്നെ എല്ലാ അസുഖവും മാറും. പണ്ടൊരു ചൊല്ലുണ്ട്, സർവ്വ രോഗങ്ങളും മാറി കുഷ്ഠരോഗം പിടിക്കുമെന്ന് എന്ന് പറഞ്ഞ കണക്കുള്ള ഒരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, ബൈ. രസകരമായി എനിക്ക് തോന്നിയത്, നേരത്തെ പ്രേം ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോ ചില ചർച്ചകളിൽ ഞാനും അഭിലാഷ് 15 മിനിറ്റായി എന്നോട് ഇതുവരെ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല എന്ന് പറയുന്ന വരുന്ന ചർച്ചയിൽ വരുന്ന പാനലിസ്റ്റുകൾ എന്റെ ആഴം എനിക്കിന്ന് സ്വയം ബോധ്യപ്പെട്ടെന്നാണ്. ഗംഭീരമായ സമർത്ഥമായ ഒരു ചർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടയ്ക്ക് കൗതുകകരമായ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനൊന്ന് അഭിലാഷത്തോട്ടൊന്ന് കയറി ഒന്ന് തോന്നിയത്. അതുകൊണ്ടാണ്. അതുകൊണ്ട് അതൊക്കെ നല്ല കാര്യമാണ്, അത് നടക്കട്ടെ. യഥാർത്ഥത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ അല്ല, ഞാനത് പറയാൻ കുറച്ചുകൂടെ അനുഭവസ്ഥനാണ്. കാരണം ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. ഞാനും അഭിലാഷ് ഒന്നിച്ച് കൈരളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാനും അപർണയും ഒന്നിച്ച് അപർണ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും അധികം വിമർശിക്കുന്ന ഒരു മാധ്യമത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ എല്ലാം ഉള്ളിൽ എങ്ങനെയാണ് മാധ്യമങ്ങൾ ഓരോ സുഹൃത്തുക്കളെ, നമ്മുടെ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വലിയ നേതാക്കന്മാരാണ് MP A റഹീം, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, ശ്രീമതി ചിന്താ എന്ന ടോപ്പിക്കിനെ ആധാരമാക്കിയുള്ള ഒരു കോൺവെർസേഷനാണ് നടക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഉണ്ട്. സെലിബ്രേഷൻ. അതോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ ഏറ്റവും തെക്ക് അറ്റമാണ്. അപ്പോൾ ഇതുവരെയാണ് ഉള്ളത്, ഇതിനപ്പുറത്തേക്കില്ല. ഇത് അങ്ങോട്ട് അല്ല, അവിടെ എന്തോ നിരോധിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു, അവിടെ കെട്ടി അടച്ചിരിക്കുക. ഏറ്റവും തെക്ക് ഭാഗമാണ്. ഇവിടെ കാറിന്റെ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ നിന്ന് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഇപ്പം കണ്ടതിൽ വൃത്തിയുള്ളതാണ്. പിന്നെ വൃത്തി എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരുവിധം ഒന്ന് കണ്ട് വരാം. ഇതാണ് സംഭവം. ബീച്ച് നമ്മൾ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ എന്ന് കരുതുന്നു. എന്തായാലും കുറച്ചുകൂടെയൊക്കെ തീർച്ചയായിട്ടും വൃത്തിയായിട്ട് സംരക്ഷിക്കാവുന്നതാണ്. ഓക്കെ. അതാ നമ്മുടെ റോയി ചേട്ടനാണ് പോണത്. ജോയി ചേട്ടൻ എന്തായാലും ഇല്ല, നമ്മളെ ബീച്ച്
ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ പോയി വരട്ടെ. മറ്റ് 2 സുഹൃത്തുക്കൾ സാജു ചേട്ടൻ, ദേവി ജി അവിടെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായ നായവർഗം സുഖമായി ഉറങ്ങുന്നു. അവരും സ്വസ്ഥമായി വിശ്രമിക്കട്ടെ. പിന്നെ കച്ചവടങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അവരൊക്കെ വെളിയിൽ നിന്ന് കർണാടകത്തിൽ നിന്നൊക്കെ വരുന്നവരാ. ഒരു ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. ചായ കുടിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള ആഗ്രഹത്തിൽ സാജു ചേട്ടൻ മന്ദം അങ്ങോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ടാകാം ബാക്കി കാര്യങ്ങൾ. ഹലോ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഏറ്റവും അറ്റത്തുള്ള ഭാഗം വന്നിരിക്കുകയാണ്. നമ്മളെ പിറവം സുഹൃത്തുക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. സാജു ചേട്ടൻ, ജോയി ചേട്ടൻ, ബേബി ചേട്ടൻ. അപ്പോൾ അവർ 3 ചായ കുടിക്കാനിരിക്കുകയാണ്. ഞാൻ ഒരു കാപ്പിയും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കാപ്പി തയ്യാറാക്കി തരുന്ന നമ്മുടെ സുപ്രസിദ്ധനായ ഒരു ഷെഫാണ്. യുവർ നാം, तुम्हारा नाम भाई? ഇമ്രാൻ ഖാൻ. സൂപ്പർ നെയിം, ഇമ്രാൻ ഖാൻ ദ ഗ്രേറ്റ് ക്രിക്കറ്റർ. അപ്പോൾ ആ ഗ്രേറ്റ് ക്രിക്കറ്ററുടെ പേരാണ് ഇമ്രാൻ ഖാൻ എന്ന പേര് ഉള്ള വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന സുപ്രസിദ്ധ ഷെഫാണ് നമുക്ക് ചായ തരുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഐശ്വര്യമായിട്ട് ചായ കുടിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല തണലുണ്ട്, നല്ല കാറ്റുണ്ട്. ഇതാണ് ഈ ഫോർട്ട് കൊച്ചിയിലെ ഒരേ ഒരു ഐശ്വര്യം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഉള്ളൂ. ഇതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് വരൂല പിന്നെ. അപ്പോൾ ഇതെന്തായാലും കൊള്ളാം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ആയാലും ഇത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സുഹൃത്ത് ഇമ്രാൻ ഖാൻ ചായയും കാപ്പിയൊക്കെ തയ്യാറാക്കി തരികയാണ്. ഓക്കെ, ബൈ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഫോർട്ട് കൊച്ചിക്ക് അടുത്ത് ഉള്ള ബീച്ചിന് സമീപമുള്ള ഡച്ച് സെമിത്തേരിയാണ്. 500-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഡച്ച് സെമിത്തേരിയാണ്. ഇനി ഡച്ച് പാലസിലേക്ക് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. ഇനി തൊട്ടടുത്ത് വാസ്കോഡ ഗാമയെ സംസ്കരിച്ച സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ ഉണ്ട്. അതുകൂടെ കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്ന സുഹൃത്തിന്റെ പേര് ജോളി. വളരെ വളരെ സന്തോഷം ജോളി. അപ്പൊ സുഹൃത്തുക്കളെ, കാര്യങ്ങളെല്ലാം വിശദീകരിച്ചെന്ന പിന്നെ ടോപ്പ് അടിക്കാരനായ ജോളിയാണ്. അത് നമുക്ക് വളരെ സഹായമായി. ഓക്കെ, താങ്ക് യു ജോളി. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ. ചേട്ടന്റെ പേര് ഇക്ബാൽ. സ്ഥലം എവിടെയാണ് ചേട്ടാ? അപ്പൊ ഇക്ബാൽ ചേട്ടൻ ഫോർട്ട് കൊച്ചി ഓക്കെ. അപ്പൊ അത് വളരെ സഹായമായി. ഈ പറഞ്ഞ സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിൽ, മറ്റത് എന്ത് ബസിലിക്ക ചർച്ച് കണ്ടിട്ട് ഒക്കെ കഴിച്ചിട്ട് പോകാനുള്ള. ഒരു 4 പേരുണ്ട്. ഓട്ടോയാണ് ലാഭം. ഓക്കെ ചേട്ടാ, വളരെ സന്തോഷം, വളരെ സഹായം. അപ്പോൾ സുഹൃത്തുക്കളെ, ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിന്നും സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിലേക്ക് നടക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മുടെ വാസ്കോഡ ഗാമ, കേരളത്തിൽ ആദ്യമെത്തിയ യൂറോപ്യൻ സഞ്ചാരി പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമയെ അടക്കം ചെയ്ത പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ ഉമ്മ നമുക്ക് വഴി പറഞ്ഞു തന്നു. എന്നാ പേരെന്നാ? റസിയ. താങ്ക് യു. ഇത് എൻ്റെ ചാനല് ചന്ദ്രകാന്തം, SSK ചന്ദ്രകാന്തം. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിള്ളേരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ കാണിച്ചു തരും.
SSK ചന്ദ്രകാന്തം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ചാനൽ. ഓക്കെ, ബൈ. അങ്ങനെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിന് മുന്നിലെത്തിയിരിക്കുകയാണ്. പ്രവേശനമുണ്ടോ അടച്ചോ എന്നറിയില്ല, ഏതായാലും പോയി നോക്കാം. അപ്പോൾ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ്. ഇവിടെയും നല്ല തിരക്കാണ് സന്ദർശകരുടെ. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കാണുന്നതിനായിട്ട് നമ്മുടെ വാസ്കോഡ ഗാമയെ അടക്കം ചെയ്തിരിക്കുന്ന ചർച്ചാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. അപ്പോൾ അകത്തേക്ക് പ്രവേശനമില്ല ക്യാമറയ്ക്ക് എന്നതിനാൽ ഓഫ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ബൈ. ഹലോ, അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ വെജിറ്റേറിയൻ്റെ ആളുകളാണ്. അപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ വേറെ കാര്യം. ഇവിടെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചിനടുത്തുള്ള സെൻറ്റ് ഫ്രാൻസിസ് കത്തീഡ്രൽ കണ്ടു. അതിനകത്ത് വാസ്കോഡ ഗാമ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലം സന്ദർശിച്ചു. പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ അനുവദനീയമല്ലാത്തത് കൊണ്ട് അതെടുത്തിട്ടില്ല. ദയവായി ക്ഷമിക്കുക. ഓക്കെ, ബൈ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സാന്താക്രൂസ് ബസിലിക്കയ്ക്ക് സമീപമാണ്. പോർച്ചുഗീസ് പള്ളിയായിട്ടുള്ള സാന്താക്രൂസ് ബസിലിക്ക പള്ളി അങ്കണത്തിലാണ് നിൽക്കുന്നത്. ഇത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, നേരത്തെ പറഞ്ഞ വാസ്കോഡ ഗാമയെ അടക്കം ചെയ്ത സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിന് സമീപമുള്ള ഫോർട്ട് കൊച്ചിക്ക് അടുത്തുള്ള ഒരു ബസിലിക്കയാണ്. വളരെ പ്രസിദ്ധമായ സാന്താക്രൂസ് ബസിലിക്ക. സാന്താക്രൂസ് ബസിലിക്ക വളരെ ഗോത്തിക് ശില്പകലയാണ്. അപ്പോൾ ഇന്ന് സൺഡേ അവധി ദിവസമാണ്. അല്ലെങ്കിൽ അകത്ത് നല്ല മാർബിൾ ശില്പങ്ങളും പെയിൻറ്റിങ്ങുകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ വീഡിയോ എടുത്തും ഒക്കെ നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, സെൻറ്റ് ഫ്രാൻസിസ് ബസിലിക്കയാണ്. സെൻറ്റ് ഫ്രാൻസിസ് കത്തീഡ്രലിന് സമീപമുള്ള സാന്താക്രൂസ് ബസിലിക്കയാണ്. ഇത് പോർച്ചുഗീസ് പള്ളിയാണ് സാന്താക്രൂസ് ബസിലിക്ക. 500ഓളം വർഷം പഴക്കമുള്ള വളരെ പുരാതനമായ പള്ളിയാണിത്, സാന്താക്രൂസ് ബസിലിക്ക. കാണാം, ഗോത്തിക് ശില്പകലയാണ്. നല്ല മനോഹരമായ ശില്പകലയാണ്. പള്ളിയുടെ മീനാരങ്ങളാണ് കാണുന്നത്. നമ്മളെ വിക്ടോറിയൻ ശില്പകല, പോർച്ചുഗീസ് ശില്പകലയുടെ ഉദാഹരണമായിട്ടുള്ള സാന്താക്രൂസ് ബസിലിക്ക എന്ന് പറയുമ്പോൾ ചർച്ചിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന തന്നെയാണ് ബസിലിക്ക. ഇതിനകത്ത് ഇന്ന് നമുക്ക് പ്രവേശനം ഇല്ലാത്തത് കൊണ്ടാണ് പോർച്ചുഗീസ് പെയിൻറ്റിങ്, ഇറ്റാലിയൻ പെയിൻറ്റിങ്ങുകളും ഇറ്റാലിയൻ മാർബിള് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. ഇതാണ് സാന്താക്രൂസ് ബസിലിക്ക. ഓക്കെ, ബൈ.